ബാബു, വളരെ ഗൗരവമുള്ളൊരു കാര്യം കൽപ്പനയോട് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആവശ്യമില്ലാതെ ഈ കാര്യത്തിൽ ഇടപെടാൻ നീ അകത്തേക്ക് കയറി വന്നേക്കരുത്. കൽപ്പനേ, കൽപ്പനേ, നിങ്ങൾ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നു? അദ്ദേഹം ഇവിടെ ഉണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്ന് പോകൂ. കൽപ്പനേ, ഞാനൊരു വീടിന് അഡ്വാൻസ് കൊടുത്തു. നാളെയാണ് രജിസ്ട്രേഷൻ. എനിക്ക് ഉടനടി ഒരു 50,000 രൂപ കൂടെ വേണം. നീ എന്തിനു വിഷമിക്കുന്നു? ഒരു കാര്യം ചെയ്യാം, ഈ ഫോട്ടോകൾ വിജയനെ കാണിക്കാം. അയാൾ അഭിമാനിയാ. ഞാൻ ആവശ്യപ്പെടുന്ന രൂപ തരും. എന്തു പറയുന്നു? നിങ്ങൾ എന്തിനെന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നു? ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുന്നു. ദയവ് ചെയ്ത് ഇവിടുന്ന് പോകൂ. എന്റെ കുടുംബം നശിപ്പിക്കരുത്. എനിക്കാരെയും നശിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല. രൂപ കിട്ടിയാൽ മതി. നിങ്ങളെ ഭയന്നിട്ടല്ല ഞാൻ രൂപ തരുന്നത്. എനിക്ക് മരിക്കാനും പേടിയില്ല. എന്റെ ഭർത്താവിന്റെ അഭിമാനം ഓർത്താണ് ഞാൻ രൂപ തരുന്നത്. എന്തായാലും വേണ്ടില്ല, എനിക്കിപ്പ രൂപ തരണം. എന്റെ ദൈവമേ, നിനക്കന്നേ എന്റെ ജീവൻ എടുത്തുകൂടായിരുന്നോ? പണം ഉടനെ തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ പ്രോനോട്ടിലൊന്ന് ഒപ്പിട്ട് തന്നേക്കും. ഞാൻ പോയേക്കാം. ഒപ്പിടുന്നോ അതോ ഫോട്ടോ വിജയനെ ഏൽപ്പിക്കണോ? അവസാനമായി ചോദിക്കുകയാണ്. എന്താ ഇവിടെ നടന്നത്? എന്താണെന്നാ ചോദിച്ചത്? ഞാൻ പറയാം. എനിക്ക് പണത്തിന് അല്പം അത്യാവശ്യം വന്നു. അതിന് കൽപ്പനയെ കൊണ്ടൊരു പ്രോനോട്ടിൽ ഒപ്പിടിപ്പിച്ചതാ. എന്റെ ഭാര്യയുടെ കയ്യൊപ്പിട്ട് നീ പണം വാങ്ങുന്ന എന്തിനാ? പറയൂ. അത് ഭാര്യയോട് തന്നെ ചോദിക്കണം. കൽപ്പനേ, നിൽക്കടാ അവിടെ. ഇതിന്റെ സത്യം എന്താണെന്ന് എനിക്കറിയണം. നീ എന്തിനെന്റെ ഭാര്യയെ വിരട്ടുന്നു? നിന്നെ കാണുമ്പോൾ എന്തിനവൾ ഭയപ്പെടണം? പറയടാ, പറയാൻ. വിജയ, നീ അതറിയാതിരിക്കുന്നതാണ് നല്ലത്. എനിക്കതറിയണം. അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പറയടാ. നീ എന്നെ അടിച്ചു അല്ലേ? നിന്റെ ആയസ് മുഴുവൻ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട കാര്യം ഇതാ. നിന്നെ കണ്ണുകൊണ്ട് തന്നെ കണ്ടോളൂ. സാർ, വേണ്ട സാർ, നിങ്ങൾ ഈ ഫോട്ടോ കാണണ്ട സാർ. ബാബു, ആ ഫോട്ടോ ഇങ്ങ് തരൂ. തരാൻ. എടാ പട്ടി, എന്റെ എച്ചിൽ നിന്നിട്ട് എന്നെ തന്നെ നീ കടിച്ചു. നിന്നെ ഞാൻ... സാർ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഇവിടെ വരുന്നതിന് മുമ്പ് സാറിന്റെ ഭാര്യയാണ് കൽപ്പനയെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എല്ലാം ഞാൻ വിശദമായി പറയാം. എന്റെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ ഇനി വിശദമായിട്ട് പറഞ്ഞെന്നെ കേൾപ്പിക്കണം. നിന്നെ ഞാൻ... വിജയ, നിങ്ങളുടെ കുടുംബകഥയെല്ലാം നിങ്ങൾ തമ്മിൽ പറഞ്ഞാൽ മതി. എനിക്ക് നിൽക്കാൻ സമയമില്ല. പണം തരുന്നുണ്ടോ? തരാം.
പണത്തേക്കാൾ വിലപ്പെട്ടതാണല്ലോ എന്റെ കുടുംബത്തിന്റെ അഭിമാനം. തരാം. രവി, ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട പണം. $50,000. 1, 2, 3, 4, 5. താങ്ക് യു. എടാ, എന്റെ കുടുംബജീവിതം തകർത്തവനാണ് നീ. എടാ, നന്ദി കെട്ട മൃഗമേ, നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. ക്ഷമിക്കൂ, ഞാനാണ് തെറ്റ് ചെയ്തത്. ഞാനാണ് നിങ്ങളെ വഞ്ചിച്ചത്. എന്നെ കൊല്ലൂ, എന്നെ കൊല്ലൂ. കൽപ്പനെ, കൽപ്പനെ, എന്താ, എന്തു പറ്റി? ഞാൻ വല്ല ദുസ്വപ്നവും കണ്ടതായിരിക്കും. കിടന്നുറങ്ങ. ആ ആ ഹലോ, ഞാൻ രവിയാണ്. ബാക്കി 25,000 നാളെ തരാമെന്നാണല്ലോ പറഞ്ഞത്. അതൊന്ന് ഓർമ്മിപ്പിച്ചതാ. നാളെ തന്നെ തരാൻ ഇവിടെ പണം ഇരിപ്പില്ല. എനിക്ക് അല്പം സാവകാശം തരണം. സോറി, അവിടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോട് വാങ്ങിത്തരണം. അദ്ദേഹം വലിയ പണക്കാരനല്ലേ? അത് എന്റെ ഭർത്താവ് ഇവിടെ ഉണ്ട്. അറിയാതെ പോകുന്നത്. വിജയന്റെ പ്രോഗ്രാം എല്ലാം എനിക്കറിയാം. അയാൾ ഇന്ന് തിരുവനന്തപുരത്ത് പോകല്ലേ? അപ്പോൾ അയാൾ അറിയാതെ പോയി വാങ്ങാമല്ലോ. ശരി. കൽപ്പനെ, ആരാ ഫോൺ ചെയ്തത്? എന്റെ ഒരു ഫ്രണ്ടാണ്. ഓഹോ, ഞാൻ 11:30 ട്രെയിന് തിരുവനന്തപുരം വരെ പോകുന്നു. നാളെ മടങ്ങും. എന്താ കൊച്ചമ്മേ, എന്നെ വിളിച്ചോ? ഞാനൊരു കൂട്ടുകാരുടെ വീട് വരെ പോവാ. വരാൻ അല്പം വൈകും. മോ സ്കൂളിൽ നിന്ന് നോക്കിക്കൊള്ളണം. ശരി കൊച്ചമ്മേ. ആ, അമ്മാവാ, അച്ഛനെവിടെ? മുകളിലത്തെ മുറിയിലുണ്ട്. മോളിത് എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാണ് അച്ഛാ. എന്താ മോളെ? എനിക്ക് ഒരു 25,000 രൂപ വേണം. കടമായിട്ട് തന്നാ മതി. എന്താ ഇത്ര അത്യാവശ്യം? അത് ബാങ്കിൽ അടയ്ക്കാനാ. ഇന്ന് ലാസ്റ്റ് ഡേറ്റാ. അദ്ദേഹം സ്ഥലത്തില്ല. മോളെ, വിജയനെ എനിക്ക് നല്ലോണം അറിയാം. ഇവിടെ നിന്ന് കടം വാങ്ങി ബാങ്കിൽ അടയ്ക്കേണ്ട ഗതികേട് അവനിപ്പ അങ്ങനെ വന്നാൽ തന്നെയും
എന്നോട് കടം ചോദിക്കും. അച്ഛാ, ഞാൻ പറയുന്നതിൽ നിനക്ക് വിഷമം തോന്നരുത്. നീ എന്റെ മോള. ഭർത്താവ് അറിയാതെ ഇങ്ങനെ ചെലവ് ചെയ്യുന്നത് ശരിയല്ല. ഞാൻ ഉപദേശം കേൾക്കാൻ വന്നതല്ല. ചോദിച്ച രൂപ തരാൻ നിൽക്കുവോ? അത് പറഞ്ഞാ മതി. ശരി, 25,000 അല്ല 25 ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ തരാം. ഇതൊക്കെ നിനക്കുള്ളതാണ്. പക്ഷേ ഇപ്പൊ ഈ രൂപയുടെ ആവശ്യം എന്താണെന്ന് നീ പറയണം. ശരി, എനിക്ക് അച്ഛന്റെ രൂപ വേണ്ട. മോളെ, അച്ഛനൊരു കാര്യം ചോദിച്ചാ മോൻ പറയോ? പറയാമല്ലോ. അച്ഛൻ ഇല്ലാത്തപ്പോ ഇവിടെ ആരെല്ലാം വരും? പാലുകാരും വരും, അലക്കുകാരും വരും, ഉം. പോസ്റ്റ്മാൻ വരും, ആ ഫോട്ടോ എടുക്കുന്ന മാമൻ വരും. ഫോട്ടോ എടുക്കുന്ന മാമൻ എപ്പോഴാ വന്നത്? ഒത്തിരി പ്രാവശ്യം വന്നു. മാമൻ എപ്പോഴും അമ്മ രൂപ കൊടുക്കുമല്ലോ. എത്ര രൂപ കൊടുത്തു? ഒത്തിരി രൂപ കൊടുത്തു. ഇത്രയും രൂപ കൊടുത്തോ? ഇനിയും. ഇത്രയും? ഇനിയും. ഇത്രയും? ആ കൽപ്പനെ, 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 കൽപ്പനെ. എടാ, ഞാൻ അറിയാതെ എന്റെ ഡാർക്ക് റൂമിൽ കയറാൻ നിനക്ക് ധൈര്യം വന്നു അല്ലേ? നീ ആ ഫോട്ടോ കീറിയാലും അതിന്റെ നെഗറ്റീവ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. 100 കണക്കിന് പ്രിന്റുകളിട്ട് ഈ നാട് മുഴുവനും ഞാൻ വിതരണം ചെയ്യും. രവി, അവസാന തീരുമാനത്തോടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നുകിൽ ആ നെഗറ്റീവ് എനിക്ക് തരണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. നെഗറ്റീവ്? ഡോക്ടർ, അവരുടെ പൾസ് വളരെ വീക്കാണ്. എന്തോ മനോവിഷമമുണ്ടെന്ന് തോന്നുന്നു. അത് കുറഞ്ഞാലേ സഫക്കേഷൻ മാറൂ. സലൈൻ കൊടുത്തിരിക്കുകയാണ്. ലെറ്റ് us see. നീ ആ നെഗറ്റീവ് എടുത്ത് നശിപ്പിച്ചാലും കൽപ്പന രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. ഞാൻ ഊമയല്ലടാ, എനിക്ക് നാവുണ്ട്. നീയും കൽപ്പനയും തമ്മിലുള്ള ബന്ധം ഞാൻ വിജയനെ പറഞ്ഞു വിശ്വസിപ്പിക്കും. പോടാ.
എല്ലാം ഞാൻ കേട്ടു. നിങ്ങൾ എങ്ങനെയുള്ള ഫോട്ടോകളാണ് എടുക്കുന്നതെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി. എങ്ങനെയാണ് ഇത്രയേറെ പണം സമ്പാദിക്കുന്നതെന്നും ഇപ്പോൾ മനസ്സിലായി. രവതി, അത് ആ നെഗറ്റീവ് തരൂ. ഇല്ല, തരില്ല. നിന്റെ കൂട്ടുകാരി എങ്ങനെയുള്ളവളാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. അവൾ ചീത്തയാണ്, കല്യാണത്തിന് മുമ്പ് പിഴച്ചവളാണ്. ആ കഥ ചേട്ടനേക്കാൾ കൂടുതൽ എനിക്കറിയാം. വിശ്വസിച്ചവൻ വഞ്ചിച്ചപ്പോൾ മരിക്കാൻ വിഷം കഴിച്ചോളാണ് കൽപ്പന. ഞാനാണ് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഹോസ്റ്റലിലെ ഡോക്ടർ വാസന്തിയാണ് അവളെ രക്ഷിച്ചത്. മരണത്തോട് മല്ലിടുന്ന അവളുടെ ശരീരം കൊത്തിത്തിന്നാൻ കാത്തിരിക്കുന്ന കഴുകനാണ് നിങ്ങൾ. അടിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. എന്നെ കൊന്നോളൂ. എന്നാലും എന്റെ കൂട്ടുകാരുടെ ജീവിതം തകർത്തിട്ട് എന്നെ എന്റെ കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിക്കണ്ട. എന്റെ കൺമുൻപിൽ വെച്ച് തന്നെ ആ നെഗറ്റീവ് കത്തിച്ചു കളയണം. ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നമ്മുടെ കുഞ്ഞിന്റെ തലയിലെടുത്ത് സത്യം ചെയ്യണം. സാധ്യമല്ല. തീർച്ചയാണോ? അതേടി. എടാ പട്ടി, സന്തോഷത്തോടെ കഴിഞ്ഞ എന്റെ കുടുംബജീവിതം നീ തകർത്തില്ലടാ. എത്രയോ കുടുംബജീവിതങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ പരമദ്രോഹിയാണ്ടാ നീ. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാ നല്ലത്. എനിക്ക് മരിച്ചാൽ മതി. എന്നോട് ക്ഷമിക്കൂ രേവതി, എനിക്ക് മാപ്പ് തരൂ രേവതി. നിന്റെയും കുഞ്ഞിന്റെയും സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ഞാൻ ചെയ്തത്. ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല രേവതി, ഒരു തെറ്റും ചെയ്യില്ല. ഇതാ നീ ആവശ്യപ്പെട്ട നെഗറ്റീവ്. നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഞാനിത് കത്തിച്ചു കളയാം. നിങ്ങളുടെ മനസ്സിന്റെ മാലിന്യവും ഈ തീയിലെരിഞ്ഞടങ്ങട്ടെ. ബാബു, നിർഭാഗ്യവതിയായ ആ സ്ത്രീയുടെ പേടി സ്വപ്നമായിരുന്നു നിങ്ങൾ. എനിക്കൊരു അപേക്ഷയുള്ളൂ. ഈശ്വരനെ വിചാരിച്ച് അവരുടെ കുടുംബജീവിതം ഇനി ഒരിക്കലും അസ്വസ്ഥമാക്കരുത്. നഴ്സ്, അദ്ദേഹം എവിടെ? പുറത്തുണ്ട്. അദ്ദേഹത്തെ ഒന്ന് വിളിക്കൂ. എനിക്ക് അദ്ദേഹത്തെ കാണാൻ. എഴുന്നേക്കില്ലേ? അവിടെ കിടക്കും. അയ്യോ, അതൊന്നും വലിച്ചിളക്കരുത്. വേണ്ട വേണ്ട, ഞാൻ മരിച്ചു പോകും. അദ്ദേഹത്തെ വിളിക്കൂ, അദ്ദേഹത്തെ വിളിക്കൂ. സാർ, അവർക്ക് സാറിനെ കാണുമെന്ന് പറയുന്നു. അകത്തേക്ക് ചെല്ലൂ, ഞാൻ ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. അച്ഛാ, കൽപ്പനെ, ഇവിടെ ഇരിക്കൂ, എന്റെ അടുത്തിരിക്കൂ. ഞാൻ നീ സമാധാനമായിരിക്കൂ. എനിക്കെന്ത് സമാധാനം? ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നെ തടസ്സപ്പെടുത്തരുത്.
നിങ്ങളോട് മാപ്പ് പറയാൻ എന്നെ അനുവദിക്കണം. ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എനിക്കിടമുണ്ടാവില്ല. പക്ഷേ എന്തു വന്നാലും ഇനി ഞാനിത് മറച്ചു വെക്കില്ല. കൽപ്പന, എന്താ ഇങ്ങൾക്ക് സംസാരിക്കുന്നത്? ഞാനിനി ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ദയവായി എന്നെ കേൾക്കണം. നമ്മുടെ കല്യാണത്തിന് മുൻപ് ഞാൻ മറ്റൊരു പുരുഷനുമായി അടുപ്പത്തിലായിരുന്നു. അതെനിക്കറിയാം. അതെ, നിന്നെ പെണ്ണ് കാണാൻ ദിവസം നീയും എന്റെ ചേച്ചിയും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അബദ്ധത്തിലൊരു തെറ്റ് ചെയ്തോളാണെന്ന് കേട്ടപ്പോ എന്റെ മനസ്സ് അസ്വസ്ഥമായി. പക്ഷെ എന്റെ ചേച്ചി എന്നോട് എല്ലാ കഥകളും പറഞ്ഞു. നിന്നെ ഭാര്യയായി സ്വീകരിക്കാൻ എന്നെ ഉപദേശിച്ചു. നിങ്ങൾ എന്താ പറയുന്നത്? സത്യം. ഒരു തെറ്റിന്റെ ശിക്ഷ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരിക ക്രൂരമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഒരു പുതിയ ജീവിതം നിനക്ക് തരാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ നിന്നെ വിവാഹം ചെയ്തത്. ആദ്യ രാത്രിയിൽ ഞാൻ എന്റെ ഒരു ജീവിത രഹസ്യം നിന്നോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഞാൻ ഒരു ടൈപ്പിസ്റ്റുമായി സ്നേഹത്തിലായിരുന്നുവെന്ന്. നിന്റെ തെറ്റ് തുറന്നു പറയാൻ നിനക്ക് ആത്മധൈര്യം ഉണ്ടാവാൻ വേണ്ടി ഞാൻ കെട്ടിച്ചമച്ചു പറഞ്ഞൊരു കഥയായിരുന്നു. പക്ഷെ നിന്റെ തെറ്റ് ഏറ്റു പറയാനുള്ള ധൈര്യവും തന്റെ ഇടവും അന്ന് നിനക്കുണ്ടായില്ല. നീ ഭർത്താവിനെ വഞ്ചിച്ചവളാണെന്ന് ഓർത്ത് ദുഃഖിക്കരുത്. നിന്റെ ബുദ്ധിമോശം കൊണ്ടുണ്ടായതേ കുഴപ്പങ്ങളൊക്കെ. കഴിഞ്ഞതെല്ലാം മറക്ക്. സമാധാനമായിരിക്കൂ. എന്റെ മരണം വരെ നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഇല്ല, ഇനി ഞാൻ മരിക്കില്ല. എന്റെ ഈശ്വരനാണ് അങ്ങ്. അങ്ങന്റെ അടുത്തുള്ളപ്പോൾ മരണത്തിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. മാമ, എന്റെ അമ്മയുടെ കയ്യിന്ന് രൂപ വാങ്ങിക്കാനാണോ വന്നത്? എന്റെ അമ്മയ്ക്ക് സുഖമില്ല. കാശ് ഞാൻ തരാം. ദാ. പൊന്നുമോനെ, നിനക്കുള്ള മനസ്സ് പോലും മാമനില്ലാതായി പോയില്ലടാ. മാമൻ പണം വാങ്ങാൻ വന്നതല്ല, മാപ്പ് ചോദിക്കാൻ വന്നതാ. വാമനി, വിജയ, എല്ലാം ഞാൻ അറിഞ്ഞു. എന്നോട് ക്ഷമിക്കൂ വിജയ. എനിക്ക് മാപ്പ് തരൂ കൽപ്പനെ. കൽപ്പനെ, ഈ കൂട്ടുകാരി ഓർത്ത് എന്റെ ഭർത്താവിനോട് ക്ഷമിക്കൂ. രവി, കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. ഒരു പുതിയ ജീവിതം ആരംഭിക്കാം. ശ്രാവണ പൗർണമി പന്തലിട്ടു, പൂവായ പൂവെല്ലാം അണിനിരന്നു, കുരുവികളുണർന്നു കുരവയിട്ടു, കുറുമൊഴി മുല്ലയ്ക്കു കല്യാണം, കുറുമൊഴി മുല്ലയ്ക്കു കല്യാണം. ശ്രാവണ പൗർണമി പന്തലിട്ടു, പൂവായ പൂവെല്ലാം അണിനിരന്നു.